കിട്ടുന്നേ വന്നോ ക്ലാക്ക് ക്ലാക്ക് ക്ലീ ക്ലീ ക്ലൂ ക്ലൂ സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈല. അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എത്ര വർഷം നീന്തോട് നിന്നിട്ട്? ഞാനിപ്പോ 2-3 വർഷമായി. 3 വർഷമല്ല 30 വർഷമായി. 30 വർഷമായി ഇല്ല 3 വർഷമായി. എനിക്ക് നല്ല വർഷമായി നീ എന്റെ കൂടെ നിന്നിട്ട്. എടാ ഏത് ഒരു മരത്തിന്റെ പേര് നിനക്കറിയോ? നീ ഇവിടെ ചപ്പും കാടും എന്നെ പറിച്ചടക്കുന്നുണ്ട്. ചപ്പും കാടും ആശാ പറഞ്ഞ അടപടലും പറിച്ചോണ്ട് അവിടെ ഇടണോന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞല്ല ആടലോടകം. ആടലോടകമല്ലേ പറഞ്ഞു? അത് എന്നോട് കറക്റ്റ് പറയണമായിരുന്നു. നീ എന്നെ പറ്റി ആടലോട് പറഞ്ഞു. ഞാൻ കൂടായ്പ വൈദ്യനാണ്. ഞാൻ ഉടായ്പൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? അയ്യോ എന്റെ ദൈവമേ എനിക്ക് വയ്യ. എന്താ പറഞ്ഞത് പറ. ഞാൻ പറഞ്ഞത് എന്തുവാന്നറിയാമോ? ഉഗാണ്ടെ പോണോന്ന് ഞാൻ വിളിച്ചു ഞാനൊന്നും പറയത്തില്ല. പിന്നെ നമ്മൾ ഈ മരുന്നിന് പോയ കാര്യം വെളി വിളിച്ച് മണ്ണത്തരവൊന്നും പറയും. കാരണം അറിയാം നീ ഇപ്പോഴും ഉണ്ടേ സത്യാണ്. നീ ഇപ്പോഴും ചുമ്മാ വൈദ്യുതി ആവശ്യമില്ലാത്ത കാര്യം പറയാം. മരുന്ന് കാണാം ശരിക്കും. ശരിക്കും അത് വെച്ചോണ്ടിരിക്കണം. ഞാൻ പറയാം എന്തുവാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ വൈദ്യുതി കാണാൻ പോകുന്ന കാര്യം എന്താണോ? എന്നിട്ട് നാട്ടിൽ മൊത്തം പറഞ്ഞത് നമസ്കാരം. നമസ്കാരം. എവിടെ വരുവാ? ശിവനാണ്. ഞാനെന്നാ പേരിട്ടെ അല്ല കാര്യം പറഞ്ഞു. ആര്യനാട് വരുവാ. ആര്യനാട്. എന്താണ് വിഷയക്കാരൻ? ഞാൻ സത്യം പറഞ്ഞ ഗൾഫിലായിരുന്നു. ഗൾഫില് പോവാണ്. ഞാൻ സത്യം പറഞ്ഞ ഗൾഫിലായിരുന്നു. അപ്പം എന്റെ കല്യാണം ഉറപ്പിച്ചു. ഞങ്ങളാണോ പറയുന്നത്? എന്റെ വീട്ടിൽ ഉറപ്പിച്ചു. പ്രശ്നം ഞാൻ താലി കെട്ടാൻ നേരത്ത് കൈ വിറക്കി. അത് മാറാൻ എന്താ ചെയ്യണം? താലി കെട്ടുമ്പോ കൈ വിറക്കിയ അതിന്റെ മരുന്നെന്താണ്? എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. താലി കെട്ടാൻ താലി കെട്ടാൻ നേരത്തെ എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നല്ലോ, കൈ വിറക്കില്ലേ. അന്ന് നമ്മൾ ചെയ്ത അത് കഴിക്കണ്ട. നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അതായത് ഇവന്റെ കല്യാണത്തിന് നിന്നെ വിറക്കുമായിരുന്നു. അത് താലി കെട്ടാൻ നേരത്തേ ഉള്ളൂ. പക്ഷെ ഇവനെ തുള്ളുവായിരുന്നു. അടുത്ത് ചെയ്തെന്നറിയോ? ഒരു ബംഗാളിയെ വിളിച്ചു. ആ ബംഗാളിയെ കൂലിക്ക് നിർത്തി 500 രൂപ കൊടുത്ത് ബംഗാളി ആ താലി കിട്ടും. പിന്നെ ഇവന്റെ അച്ഛന് കരയാൻ വയ്യാൽ ഒരു ബംഗാളി നിർത്തി ഒരു 300 രൂപയ്ക്ക് അയാൾ നല്ല സൂപ്പർ കരച്ചു. എങ്ങനെയാടാ കരഞ്ഞേ? എനിക്ക് നമ്മുടെ അല്ലാതെ വീട്ടിൽ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ കല്യാണം ബംഗാളിലാക്ക്. പേരെന്താന്ന് പറഞ്ഞേ? ജർമ്മനിക്കാരിയാണോ? ജർമ്മനിക്കാരല്ല, ജയാർമിനി. പെണ്ണം ചെയ്യുന്നോ? ബംഗാളിലെ. എന്താ ബംഗാളിൽ പോയി നിൽക്കുന്നേ? ബംഗാളിനെ താലി കെട്ടിയേ ഭർത്താവിനോടല്ലേ പെണ്ണ് നിൽക്കേണ്ടത്? താലി കെട്ടിയതാരാ? ബംഗാളി എത്തിയോ? പെണ്ണ് ബംഗാളിലല്ലേ നിൽക്കുന്നേ? ഒരു സംശയം. ജസ്റ്റ് കേൾക്കാം. ഇവന്റെ ഭാര്യ എന്ത് ചെയ്യും? ബംഗാളിലോ. അതിന്റെ ബംഗാളി പോയി നിൽക്കുന്നേ? അവള് ഭർത്താവ് ആരാ? ഇവനെ. ആരാ ചെലവിന് കൊടുക്കുന്നേ? ഞാന്. വിട് ഒന്നാമത് 100 കൂട്ട് വർഷമായിട്ട് ഞാൻ വന്നതാ. രണ്ടാമത് കല്യാണം കഴിച്ചു. ആണോ? കല്യാണം എല്ലാം സെറ്റപ്പായി. അതിന്റെ വണ്ടി വരെ ബുക്ക് ചെയ്ത് വീട്ടും എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷെ ഒറ്റ പ്രശ്നത്തിൽ നിൽക്കുക. എന്താണെന്നറിയോ? പെണ്ണ് കിട്ടിയിട്ടില്ല ഇതുവരെ. കൊള്ളാം. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ രാവിലെ വന്നേ. ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു? ഞങ്ങൾ മരുന്നിന് പോയില്ലേ? ഇത്രയും നേരം മരുന്നിന് പോകണ്ടേ? ഇത്രയും ടൈം എന്തിനാ എടുത്താൽ ഞാൻ ചോദിക്കുന്നത്? 10 മണി ആകാൻ തുറക്കുമോ? ഏത് മരുന്ന്? മറ്റേ കാട് മരുന്നെന്തിയെ ഇറങ്ങിയിരിക്കുന്നത്? പറ്റത്തില്ല. ഓരോ അസുഖത്തിന്റെ അനുസരിച്ച് നമ്മൾ ഡയറ്റ് ചെയ്ത് അത് കൊടുക്കുന്നു. ഇതെന്തോ എനിക്ക് പെട്ടെന്ന് സെറ്റ്. എനിക്ക് ഓണം കഴിഞ്ഞിട്ട് കയറി പോകാനുള്ളതാ. ഞാൻ ഓണം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ ഗൾഫിലോട്ട്. അതിന്റെ ഓണം അവിടെ ഇല്ലേ? ഓണാഘോഷം ഇല്ലേ? അവിടെ ഓണം ഇല്ല. ഇല്ലേ? ഇല്ല ഓണം ആഘോഷിക്കുന്നില്ല. അവിടെ ഓണം ഇല്ലയോ? ഏതോണമല്ല അവര് പോലും അറിയത്തില്ല. എവിടാ? ഗൾഫിൽ ഓണം ഉണ്ടോ? ഉണ്ട്. അത് ഗൾഫ് ഓണമെന്ന്. ഗൾഫിൽ പോണമെന്ന്. ഗൾഫിൽ പോയാലും ഗൾഫ് ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. ആഘോഷത്തിന് അവിടെ അതിന് മാവേലി വില്ലോണ്ടോ? അവിടെ അവിടെ മാവേലി ഇല്ല. അവിടെ അല്ല അറബേലി. ആ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്ന പോക്ക് കാണേ. ഞാൻ പനപ്പഴം പഠിക്കുമായിരുന്നു. ഇവിടെ നല്ല സുന്ദര പഴമില്ല. അയ്യോ അതല്ല, മറ്റേ പനപ്പഴം ഇല്ലേ?
ഇല്ലയോ? അയ്യോ ഈത്തപ്പഴം അല്ലാതെ അതിന്റെ ഉണ്ടാക്കിയിരിക്കുന്ന റസത്തില്ല. ഞാൻ നാട്ടുഭാഷ പറഞ്ഞതേ ഉള്ളൂ. നാട്ടുഭാഷ നീ വന്നൊരു കാര്യം പറ. ഞാൻ പറഞ്ഞതേ ആ വെരിക്കോസിന് എന്ത് ചെയ്യണം? വെരിക്കോസിന് നീ പാസ്പോർട്ടിന് അപേക്ഷിക്കും. എന്റെ കാലം വെരിക്കോസ് വരുന്നതായിരുന്നു. അത് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ ആ ചാർജ് വെരിഫിക്കേഷൻ ആണ്. ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഉണ്ടോ? എത്രയാ? അത് താമസം 27,000 രൂപ 27,000 രൂപ ഒറ്റ മൂലിയാ. 26,000 ആ ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല ചുമക്ക് എന്ത് ചെയ്യണം? നല്ല ചുമക്ക് ഉഗ്ര സൗണ്ട് വേണം. അതല്ല, ഇത്രയെങ്കിലും വേണം. അല്ല ചുമ മാറാനെ കൊണ്ട് എന്ത് ചെയ്യണം? എന്തിനാ ചുമ വരുമ്പോ നീ മാറുന്നേ? ഇന്ന് ചുമച്ചു കൊടുക്ക്. ഇവിടെ ഞാനും ഇപ്പൊ ഇവിടെ ചുമയ്ക്കുക. ഞാൻ മാറുന്നില്ലല്ലോ. അല്ല അതല്ല, വിട്ടു മാറണ്ടേ? ചുമ വിട്ടു മാറണ്ടേ? എപ്പോഴും ചുമച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എടാ കർക്കിടക മാസത്തിലുള്ള അതിന് 30,000 രൂപ 30-ാം തീയതി വരണം. ഇതൊക്കെ മരുന്നല്ലേ ഇത്? ഒറ്റമൂലിയല്ലേ? ആണോ? ആ താരം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? താരം വന്നാൽ എന്തോ ചെയ്യണം വെച്ചാൽ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ കണ്ടേ താരമാ. സിനിമാ താരമല്ല, തലക്കത്ത് താരം വന്ന എന്താണ്? അത് പറ. തലക്കകത്ത് അതുണ്ട്. പറ. അതായത് ഒരു ചരുവ് എടുക്കണം, വലിയൊരു ചരുവ് എടുത്തിട്ട് വെള്ളം തിളപ്പിക്കണം, വെട്ടി തിളപ്പിക്കണം. എന്നിട്ട് തല കുത്തി തല അടുത്ത് കുത്തിട്ട് കാല് മേളിലോട്ട്. അപ്പൊ ചാവത്തില്ലേ? താരം പോകണ്ടടാ. എനിക്ക് വേണ്ട. ഇവിടെ വേനെടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ വേറെ ആശുപത്രി പോകും. ഇവിടെ അല്ല, എനിക്കിവിടെ വേനെടുത്ത് എന്ത് ചെയ്യണം? ഇവനോട് വായിട്ട് ഇവിടെ നോക്കിയത് സമയം പോയിക്കൊണ്ടിരിക്കും. 12 മണിയായി. 12 എനിക്ക് പോകണ്ടേ? നിങ്ങൾ വൈകുന്നേരം പോവാ? എനിക്ക് ലാബ് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലഡ് പരിശോധിക്കാൻ കൊടുക്കും. എന്തത്തിന്? എനിക്ക് മഞ്ഞപ്പിത്തം. ഇവിടെ ഒരുപാട് നല്ല പച്ചമരുന്ന് കഴിച്ച് കഴിച്ചൂടെ? ഇവിടുത്തെ മരുന്ന് വൈദ്യൻ കഴിക്കത്തില്ല. അതെന്താ ഇവിടുത്തെ മരുന്ന് വൈകുന്നേരം കഴിച്ചാല്? എനിക്ക് ജീവിക്കണമെന്നാ സത്യമായിട്ടും.